രേണുസുതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായിട്ടുള്ളതാണ്. രേണുസുതി അറിയുന്നതിന് മുമ്പേ ഒരിക്കലും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു നടനുണ്ടായിരുന്നു. ആക്ടർ സുധി കൊല്ലം, അതായത് കൊല്ലം സുധി. ഏറെ പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ വിളിക്കും നമ്മുടെ സ്വന്തം സുധിച്ചേട്ടൻ്റെ സെക്കൻഡ് വൈഫായിരുന്നു രേണുസുതി. രേണു എന്നാണ് പേര്. കല്യാണം കഴിഞ്ഞ ശേഷം രേണുസുതി. ഈ സുധിച്ചേട്ടൻ്റെ ആദ്യ ഭാര്യയായിരുന്നു നമ്മളെ വീണ എസ് പിള്ള, ഒരു ജൂനിയർ ആക്ടറും കൂടിയാണ്. നല്ലൊരു സ്വഭാവമുള്ള ഒരു തറവാടുത്തമുള്ള ഒരു കൊച്ചായിരുന്നു. സുധിച്ചേട്ടൻ്റെ ഫ്രണ്ടും കൂടിയായിരുന്നു. അതുമാത്രമല്ല, ഇന്നും ഓർത്തിരിക്കുന്ന സുധിച്ചേട്ടൻ ഇരിക്കുന്ന ഒരു എക്സ് വൈഫായിരുന്നു ഈ വീണ എസ് പിള്ള എന്ന് പറഞ്ഞൊരു പെങ്കൊച്ച്. നല്ല സ്വഭാവ ഗുണമുള്ള നല്ലൊരു പെങ്കൊച്ചായിരുന്നു. ഈ പെങ്കൊച്ച് ഡൈവേഴ്സ് ആയിട്ട് കുറച്ച് കാലമായിട്ടാകുമ്പോഴത്തേക്കാണ് സുധിച്ചേട്ടൻ നമ്മുടെ രേണുവിനെ കല്യാണം കഴിച്ചത്. രേണുവിനെ കല്യാണം ഇപ്പോൾ സെക്കൻഡ് മാരേജ് ആകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് നല്ല വൈഫ് കിട്ടുന്ന പറ്റില്ല. അത് എനിക്കാലും ശരി, മമ്മൂട്ടിക്കാലും ശരി, മോഹൻലാലിക്കാലും ശരി, രേണു സുധിക്കാലും ശരി, സുധിച്ചേട്ടനേക്കാലും ശരി. എന്നാലും കല്യാണം കഴിച്ചതാണ്, അതിനെപ്പറ്റി കുറ്റമൊന്നും പറയുന്നില്ല. സുധിച്ചേട്ടൻ മരിക്കുന്നത് വരെ ഈ രേണു എന്നുള്ള ആൾക്കാർക്ക് ആർക്കും അറിയില്ല. രേണു ഈ സുധി നടന്നുള്ള ആൾക്കാരൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ സുധിച്ചേട്ടൻ മരിച്ച ശേഷം ഒരു തുടക്കം അങ്ങോട്ട് തുടങ്ങി ഇവൾ ആഞ്ഞാറ്റാനും ആടാനും പാടാനും എന്നീ ബിഗ് ബോസിലും മറ്റേയും മറിച്ചുമൊക്കെ. അതുവരെ ആയിട്ട് അവൾ സുധിച്ചേട്ടനെ പേടിച്ച് നിന്നൊരു വ്യക്തിയാണ്. ഈ അഭിനയിക്കുന്നതും ഈ സോഷ്യൽ മീഡിയ പോകുന്നതും ഒരു നല്ല കാര്യം തന്നെ. പക്ഷേ മുൻ നടന്മാർ അത്ര നല്ല വ്യക്തികളെ ഒരു ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, അവന്മാർക്ക് ഒരു മരിച്ച ആൾക്കാർക്കും പോലും ഒരു ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. അതുവരെ ഇവിടെ ഈ സുധിച്ചേട്ടൻ ഇരിക്കും വരെ ഇവിടെ എവിടെയായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ അഴിഞ്ഞാട് തുടങ്ങിയത്. അത് കണ്ട് സഹിക്കാൻ വയ്യാതെ നമ്മുടെ എക്സ് വൈഫ്, അതായത് വീണ എസ് പിള്ള ഇവളടുത്ത് പറഞ്ഞു, സുധിച്ചേട്ടൻ്റെ പേര് പറഞ്ഞ് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണല്ല. ഇപ്പം ഞാൻ ഡൈവോഴ്സാണ്, സംഭവം ശരിയാണ്. പക്ഷെ സുധിച്ചേട്ടൻ എങ്ങനെയുള്ള വ്യക്തി അറിയോ, അയാളെ പേരും പറഞ്ഞ് നീ ഇങ്ങനെ കളിക്കുന്നത് ശരിയല്ല. ആ സമയത്ത് ഇവളെ ഒരുപാട് കൊല്ലത്തും തിരുവനന്തപുരത്തും ഒരുപാടുള്ള ആൾക്കാരെ ഗുണ്ടകളൊക്കെ വിളിച്ചിട്ട് ഈ വീണ എസ് പിള്ളേക്ക് ഒരു താക്കീത് കൊടുത്തു, അടങ്ങി ഒതുങ്ങിയിരിക്കണം, ഇല്ലെങ്കിൽ നിന്നെ വെച്ചെങ്കിലെ കൊലപാതകം ചെയ്ത് കൊന്നുകളയുന്നു. എന്ത് കോയ്യ ഈ പെങ്കൊച്ച്, തറവാടി പറയുന്ന പെങ്കൊച്ചാണ്. കൊണ്ട് പരാതിപ്പെടാനൊന്നും പറ്റില്ല, ആരത്ത് പറയാനും പോലും നിന്നിട്ടില്ല. ഇത് എനിക്കങ്ങനെ ഒരു സീക്രട്ട് എനിക്ക് അറിഞ്ഞതാ സംഭവം. അതുകൊണ്ട് ഇവൾ അടക്കിയിരിക്കുക. അതുമാത്രമല്ല, ഇവൾക്ക് കുറച്ച് പൈസ അയച്ച് കുറച്ച് ആൾക്കാരായ പിന്നെ ഗുണ്ടായുസും കാര്യങ്ങളൊക്കെ കളിക്കുക. ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും നല്ലൊരു വ്യക്തിയായിരുന്നു നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലൊരു വ്യക്തിയായിരുന്നു. മിമിക്രിയിലൂടെ ആയാലും ആക്ടിങ്ങിലൂടെ ആയാലും എല്ലാ ആൾക്കാരും ഒരുപോലെ കാണുന്നത്. എങ്ങനത്തെ താഴെത്തട്ടിലുള്ള ഒരു വ്യക്തിയായാലും കൈപിടിച്ച് ഏൽപ്പിച്ചുകൊണ്ട ഒരു വ്യക്തിയാണ്. ആക്സിഡൻറ്റിലാണ് മരണപ്പെട്ടത്. ഒരു സ്വാഭാവിക മരണം, ആക്സിഡൻറ്റിൽ ഒരു മരണപ്പെട്ടതാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഒരുപാട് നിലയും വിലയുണ്ട്. ഈ കേരളത്തിലായാലും സിനിമാ മേഖലയിലായാലും ഈ മിമിക്രി മേഖലയിലായാലും ആ വില കളഞ്ഞ് കുളിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രേണു സുധിൻ്റെ അടുത്ത് നിങ്ങൾ അഭിനയിച്ചു, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, ഇല്ലെന്ന് പറയുന്നില്ല. ഒരുപാട് എന്തൊക്കെ പറഞ്ഞിട്ടും വായിൽ വന്ന പോലെ തെരി പറഞ്ഞിട്ടും ഈ സുധിച്ചേട്ടൻ ഒരു വാക്ക് പോലും ബാഡായിട്ട് ഇതുവരെ കേട്ടത് ഈ സിനിമാ മേഖലയിലായിട്ട് മലയാളികൾക്കാർക്ക് ആർക്കും ഒരു ഇതില്ല. അതുകൊണ്ട് ഇവിടുത്തെ പറയാനുള്ളത്, സുധിച്ചേട്ടൻ്റെ ഒരു ഈ നിലയും വിലയും മരണപ്പെട്ടു പോയ ആൾക്കാർക്ക് അതിനൊക്കെ ഒരിക്കലും കളഞ്ഞു കുടിക്കരുത്, അത്രയേ ഉള്ളൂ പറയാൻ. ബാക്കി നിൻ്റെ ഗുണ്ടാശത്തിനെ കൊണ്ടൊക്കെ ഈ നാളെ ഞാൻ വീട്ടിട്ട് ഗുണ്ടാശത്തിനെ കൊണ്ടൊക്കെ കൊണ്ടുവരുന്ന വള്ളിയിൽ അറിയാൻ മതി. ഞങ്ങളുടെ അപ്പുറത്തെ കണ്ടിച്ചു വന്ന വ്യക്തികളെ ഞങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ ഇത് കിട്ടാനുള്ള കാരണം ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി താഴ്ത്തി പറയുന്നൊന്നുമല്ല. ഒരു എന്നുമ്പോഴത്തേക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു കായിക മേഖലത്തിൽ ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ കായിക മേഖലല്ല, ഉദാഹരണത്തിന് ഒരു സോഷ്യൽ മീഡിയ ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ടും സുധിച്ചേട്ടനെ നേരിട്ട് കുറച്ചറിയാവുന്നത് കൊണ്ടും അല്ലാതെ അറിയാവുന്നത് കൊണ്ടും ഞാൻ ഇതൊരു പറയുന്നൊരു കാര്യമാണ്. എന്താകുമ്പോഴത്തേക്ക് സുധിച്ചേട്ടൻ്റെ ഒരു വില കളഞ്ഞേക്കല്ലേ. എന്നാൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മിന്നൽ നിറ്റ് സേന. ഗുഡ് നൈറ്റ്.